Hi, welcome back to STS, the Splendid John Tours Symphony. കാലിക പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യോഗ. യുവത്വം നിലനിർത്താൻ യോഗ, വണ്ണം കുറയ്ക്കാൻ യോഗ, രോഗം മാറ്റാൻ യോഗ, മനഃശാന്തി ലഭിക്കാൻ യോഗ, ഇങ്ങനെ ദിനംപ്രതി ധാരാളം പരസ്യങ്ങൾ നമ്മൾ യോഗയെക്കുറിച്ച് കേൾക്കാറുണ്ട്. ശരിക്കും എന്താണ് യോഗ? യോഗയുടെ ചരിത്രം എന്താണ്? വിവിധയിനം യോഗ രീതികൾ, യോഗ കൊണ്ടുള്ള നേട്ടങ്ങൾ, യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയങ്ങളിലൂടെയൊക്കെ നമുക്കൊന്ന് കടന്നു പോകാം. ശാരീരികവും മാനസികവും ആത്മീയവുമായ നേട്ടങ്ങളാൽ ലോകം മുഴുവനും പ്രചാരം നേടിയ പുരാതന പരിശീലനമാണ് യോഗ. പൗരാണിക ഭാരതം ലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകളിലൊന്ന്. യോഗ എന്നത് കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ല, നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാണെന്ന തിരിച്ചറിവാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള വിവിധ തരം ആസനങ്ങൾ, ശ്വസന വ്യായാമങ്ങൾ, ധ്യാന രീതികൾ എന്നിവയൊക്കെ അത് ഉൾക്കൊള്ളുന്നു. യോഗയുടെ ഉത്ഭവത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വേദങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ യോഗയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. യോഗയുടെ ചരിത്രത്തെ നമുക്ക് പ്രധാനമായും 6 കാലഘട്ടങ്ങളായി തിരിക്കാം. ആദ്യത്തേത് വേദകാലഘട്ടമാണ്. വേദങ്ങളിലാണ് യോഗ എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. യുജ് എന്ന സംസ്കൃത പേരിൽ നിന്നാണ് യോഗ എന്ന വാക്കിന്റെ ഉത്ഭവം. ആത്മാവും ബ്രഹ്മാവും തമ്മിലുള്ള ഐക്യാന്വേഷണമാണ് ഈ കാലഘട്ടത്തിൽ യോഗ. പ്രാണായാമ, ധ്യാനം തുടങ്ങിയവയൊക്കെ ആരംഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. വേദങ്ങൾ പ്രകാരം പരമശിവനാണത്രേ ആദ്യത്തെ യോഗി. അദ്ദേഹം യോഗയെക്കുറിച്ചുള്ള തൻ്റെ അറിവ് സപ്തർഷികൾക്ക് പകർന്നു നൽകി എന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് വരുന്നത് ഉപനിഷത്ത് കാലഘട്ടമാണ്. കഠോപനിഷത്ത്, ശ്വേതാശ്വേതര ഉപനിഷത്ത് എന്നിവയിലൊക്കെ ആത്മജ്ഞാനം നേടുന്നതിനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നായി യോഗ ചിത്രീകരിക്കപ്പെടുന്നു. യോഗ സാധന എന്ന ആശയം ആദ്യമായി അവതരിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. തുടർന്നു വരുന്നത് പതഞ്ജലിയുടെ യോഗസൂത്രങ്ങളാണ്. BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ പ്രധാന ആചാര്യൻ. യോഗയെ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യം അവതരിപ്പിക്കുന്നത് അദ്ദേഹമാണ്. ആധുനിക യോഗയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പതഞ്ജലി മഹർഷിയാണ്. മനഃശാന്തിയെ നിയന്ത്രിക്കുന്നതിനാണ് യോഗ എന്നാണ് അദ്ദേഹം പറയുന്നത്. പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ യോഗയുടെ ചരിത്രത്തിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായി ഇന്നും കണക്കാക്കപ്പെടുന്നു. യോഗയുടെ തത്വങ്ങളും പരിശീലന രീതികളുമൊക്കെ ഈ ഗ്രന്ഥത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് വരുന്നത് ഭഗവത്ഗീതയിലെ യോഗമാണ്. ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്ന ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം ഇവയൊക്കെ നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം. വിവിധ യോഗാരീതികൾ തമ്മിൽ ആദ്യമായി ബന്ധിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. അടുത്തത് മധ്യകാലഘട്ടമാണ്. മധ്യകാലഘട്ടത്തിൽ ആത്മാന്വേഷണത്തിലുള്ള ഒരു മാർഗമായിട്ടാണ് യോഗ വികസിക്കപ്പെട്ടത്. ഹഠയോഗത്തിന്റെ ഉത്ഭവം ഈ കാലഘട്ടത്തിലാണ്. ഹഠയോഗ പ്രദീപിക, ഖേരണ്ഡ സംഹിത, ശിവസംഹിത ഇവയൊക്കെ ഈ കാലഘട്ടത്തിൽ യോഗയെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥങ്ങളാണ്. തന്ത്രവിദ്യയും യോഗാശാസ്ത്രവും തമ്മിൽ ആദ്യമായി ബന്ധിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. അവസാനത്തേത് ആധുനിക കാലഘട്ടമാണ്. ആധുനിക കാലഘട്ടത്തിൽ യോഗ പുതിയ മാനങ്ങൾ നേടി എന്ന് തന്നെ പറയാം. ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും സംരക്ഷിക്കുന്നതിനുള്ള മാർഗമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ യോഗ വികസിക്കപ്പെട്ടത്. ഭാരതത്തിന്റെ അതിർത്തികൾ കടന്ന് ലോകം മുഴുവനും യോഗ വ്യാപിച്ചു. 1893 ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദനാണ് യോഗയെ ആദ്യമായി പാശ്ചാത്യ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ലോകം മുഴുവനും യോഗയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 2015 മുതൽ ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. പല യൂണിവേഴ്സിറ്റികളിലും യോഗ ഇന്നൊരു പഠന വിഷയമാണ്. ആരോഗ്യ രംഗത്തും മനഃശാസ്ത്ര രംഗത്തും യോഗ അതിൻ്റെതായ പ്രാതിനിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതിലെ ആസനങ്ങളാണ്. ഭൂരിഭാഗം പേരും യോഗയെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ആസനങ്ങളായിട്ടാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം യോഗ എന്ന് പറയുന്നത് ഒരു ധ്യാന രീതിയാണ്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സംയോജനം. യോഗ എന്ന വാക്കിന്റെ അർത്ഥം ഒന്നിച്ചു ചേർക്കുക, സംയോജിപ്പിക്കുക എന്നൊക്കെയാണ്. മറ്റു ചിലർക്കാകട്ടെ യോഗ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു മാർഗമാണ്. യുവതലമുറ യോഗയെ കണക്കാക്കുന്നത് കേവലം ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു ഉപാധി മാത്രമായിട്ടാണ്. എന്നാൽ ശരിക്കും എന്താണ് യോഗ? യോഗ എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ അതിലെ അംഗങ്ങൾ, ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം. യോഗയ്ക്ക് പ്രധാനമായും 8 അംഗങ്ങൾ, 8 ഘടകങ്ങളാണുള്ളത്. അവ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ്.
ഈ 8 ഘടകങ്ങൾ ചേരുന്നതാണ് യോഗ. ഇതിൽ ആദ്യത്തെ ഘടകമായ യമം എന്താണെന്ന് നോക്കാം. യമം എന്ന് പറയുന്നത് ഒരു കോഡ് ഓഫ് കോണ്ടക്ട് അഥവാ പെരുമാറ്റച്ചട്ടമാണ്. പ്രധാനമായും 5 കാര്യങ്ങളാണ് യമത്തിൽ വരുന്നത്. ആദ്യത്തേതാണ് അഹിംസ. അഹിംസ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഹിംസിക്കാതിരിക്കുക, മനസ്സാ വാച കർമ്മണ ആരെയും ദ്രോഹിക്കാതിരിക്കുക. അടുത്തത് സത്യം. സത്യം മാത്രം പറയുക. സത്യം പറയുക മാത്രമല്ല, അതിലുപരി നമ്മുടെ ലക്ഷ്യവും അതിലേക്കുള്ള മാർഗങ്ങളുമൊക്കെ സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം, സത്യനിഷ്ഠമായിരിക്കണം, സത്യമുള്ളതായിരിക്കണം. മൂന്നാമത്തേതാണ് ആസ്തേയം. ആസ്തേയം എന്നാൽ മോഷ്ടിക്കാതിരിക്കുക എന്നാണ്. നാലാമത്തേത് ബ്രഹ്മചര്യം. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് ബ്രഹ്മചര്യം എന്നുള്ളത്. യോഗയിൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനൊപ്പം ചരിക്കുക എന്നാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്നാണ്. ചര്യ എന്നാൽ റൊട്ടീൻ എന്നും. പ്രപഞ്ചത്തിന്റെ ചര്യകളെ അനുസരിക്കുന്നവനാരോ അവനാണ് ബ്രഹ്മചാരി. താത്വികമായി പറഞ്ഞാൽ വിധിയെ അസപ്റ്റ് ചെയ്യുന്നവനെ നമുക്ക് ബ്രഹ്മചാരി എന്ന് വിളിക്കാം. അവസാനത്തേതാണ് അപരിഗ്രഹം. അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കാതിരിക്കുക. നമ്മുടേതല്ലാത്ത മറ്റുള്ളവരുടേതായി യാതൊന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ് അപരിഗ്രഹം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ 5 കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. വ്യക്തികൾ ഈ 5 കാര്യങ്ങൾ പാലിക്കുകയാണെങ്കിൽ, അതായത് അഹിംസ പാലിക്കുന്ന, മറ്റുള്ളവരുടേതായി യാതൊന്നും ആഗ്രഹിക്കാത്ത, സത്യം പറയുന്ന, മോഷ്ടിക്കാത്ത, വിധിയെ അസപ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ ജീവിക്കുന്ന ഒരു സമൂഹം എപ്പോഴും ശ്രേഷ്ഠമായ ഉദാത്തമായ ഒരു സമൂഹമായിരിക്കും. അതായത് യോഗയുടെ 1ാമത്തെ അംഗമായ യമം ലക്ഷ്യം വയ്ക്കുന്നത് സമൂഹത്തിന്റെ നവീകരണം, സമൂഹത്തിന്റെ പരിഷ്കരണം, നല്ല സമൂഹത്തെ വാർത്തെടുക്കലാണ്. യോഗയുടെ 2ാമത്തെ ഘടകം എന്ന് പറയുന്നത് നിയമമാണ്. നിയമത്തിന് പ്രധാനമായും 5 കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ആദ്യത്തേതാണ് ശൗചം. ശൗചം എന്ന ശുദ്ധി, വൃത്തി എന്നൊക്കെയാണ് അർത്ഥം. ശുദ്ധിയുള്ളവരായിരിക്കുക, വൃത്തിയുള്ളവരായിരിക്കുക. ശാരീരിക ശുദ്ധി മാത്രമല്ല, മനഃശുദ്ധിയും ഇവിടെ പ്രധാനമാണ്. അടുത്തതാണ് സന്തോഷം. എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുക. നമുക്കറിയാം, സംതൃപ്തിയുള്ളവന് മാത്രമേ സന്തോഷമായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് മാത്രമേ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 3ാമത്തേതാണ് തപസ്. തപസ് എന്നാൽ മനോനിയന്ത്രണം മാത്രമല്ല, നമ്മുടെ കർമ്മം അതെന്തുമായിക്കൊള്ളട്ടെ പൂർണ്ണമായ അർപ്പണ മനോഭാവത്തോടെ പൂർണ്ണമായും ആസ്വദിച്ച് ഫലേച്ഛ കൂടാതെ ചെയ്യുന്നതും തപസ്സിന്റെ ഭാഗമാണ്. അടുത്തത് സ്വാധ്യായമാണ്. ആത്മപരിശോധനയും ആത്മാന്വേഷണവും ഒക്കെയാണ് ഇവിടെ വരുന്നത്. അവസാനത്തേതാണ് ഈശ്വര പ്രണിധാനം അഥവാ പ്രാർത്ഥന. തനിക്കതീതമായ ഒരു ശക്തിയിൽ സർവവും സമർപ്പിക്കുക, അഹന്ത വെടിയുക. ഇതൊക്കെയാണ് ഈശ്വര പ്രണിധാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ 5 കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ കാര്യങ്ങൾ പാലിക്കാത്ത വ്യക്തികളുള്ള ഒരു സമൂഹം, അതായത് ഒരു വ്യക്തി വൃത്തിയുള്ളവനല്ലെങ്കിൽ, സന്തോഷമുള്ളവനല്ലെങ്കിൽ, അയാൾ ഉത്തരവാദിത്വ ബോധമില്ലാത്തവനാണെങ്കിൽ അതൊന്നും ഒരു സമൂഹത്തെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. എന്നാൽ ആ വ്യക്തി ജീവിക്കുന്ന കുടുംബത്തെ അത് കാര്യമായി ബാധിക്കാറുണ്ട്. അപ്പോൾ യോഗയുടെ 2ാമത്തെ അംഗമായ നിയമം ലക്ഷ്യം വയ്ക്കുന്നത് കുടുംബത്തിന്റെ നവീകരണമാണ്, നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കലാണ്. യോഗയുടെ 3ാമത്തെ അംഗം എന്ന് പറയുന്നത് ആസനങ്ങളാണ്. 1ാമത്തെ അംഗമായ യമത്തിലൂടെ നമ്മുടെ സമൂഹത്തെ നവീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ കണ്ടു. 2ാമത്തെ അംഗമായ നിയമത്തിലൂടെ നമ്മൾ കുടുംബത്തെ നവീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ കണ്ടു. 3ാമത്തെ അംഗമായ ആസനത്തിലൂടെ നമ്മൾ അവനവനെ തന്നെ ശുദ്ധീകരിക്കുക, അവനവനെ തന്നെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശാരീരിക വ്യായാമങ്ങളും സ്ട്രെച്ചിങ് എക്സസൈസുകളും ഒക്കെയാണ് ആസനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യോഗയുടെ ഫിസിക്കൽ പാർട്ടാണ് ആസനം എന്ന് പറയുന്നത്. സ്ഥിരം സുഖം ആസനം എന്നാണ് പറയപ്പെടുന്നത്. ഒരുവനെ സ്ഥിരമായി സുഖമായി ഇരിക്കുവാൻ പ്രാപ്തമാക്കുന്ന അഭ്യാസ മുറകളാണ് ആസനങ്ങൾ. യോഗയുടെ 4ാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രാണായാമമാണ്. നമ്മുടെ ജീവശ്വാസത്തെ നമ്മൾ പ്രാണൻ എന്ന് വിളിക്കാറുണ്ട്. ഒരു കുതിരയെ അതിൻ്റെ കടിഞ്ഞാണുകൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനാകും. നമുക്കറിയാം, നമ്മുടെ വികാരങ്ങളിൽ വ്യത്യാസം വരുമ്പോൾ, അത് ദേഷ്യമാവട്ടെ, ഭയമാവട്ടെ, സന്തോഷമാവട്ടെ, എക്സൈറ്റ്മെൻ്റ് ആവട്ടെ, നമ്മുടെ വികാരങ്ങൾ മാറുമ്പോൾ നമ്മുടെ ശ്വാസഗതിയിൽ, ശ്വാസത്തിൻ്റെ താളത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. ആധുനിക മനഃശാസ്ത്രം
മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പ്രധാന ടെക്നിക്കുകളൊന്നായി ബ്രീത്തിങ് എക്സസൈസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഘട്ടമാണ് ഈ പ്രാണായാമം. അപ്പോൾ യോഗയുടെ ആദ്യത്തെ അംഗമായ യമത്തിലൂടെ നമ്മൾ സമൂഹത്തെ നവീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ കണ്ടു. രണ്ടാമത്തെ അംഗമായ നിയമത്തിലൂടെ നമ്മൾ കുടുംബത്തെ നവീകരിച്ചു. മൂന്നാമത്തെ അംഗമായ ആസനങ്ങളിലൂടെ നമ്മൾ അവനവനെ തന്നെ ശുദ്ധീകരിച്ച് അവനവനെ തന്നെ ബലപ്പെടുത്തി. നാലാമത്തെ അംഗമായ പ്രാണായാമത്തിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സിൻ്റെ പടിവാതിക്കലിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ 4 ഘടകങ്ങളും നമുക്ക് പ്രത്യേകം വേർതിരിച്ചറിയാൻ സാധിക്കുന്നവയാണ്. എന്നാൽ ഇനി വരുന്ന 4 ഘടകങ്ങൾ, അതായത് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇവ ഇങ്ങനെ പ്രത്യേകം വേർതിരിച്ച് കാണിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. അത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. യോഗയുടെ 5ാമത്തെ ഘടകമായ പ്രത്യാഹാരം എന്താണെന്ന് നോക്കാം. നമ്മളൊരു മെഡിറ്റേഷനിലേക്ക് കടക്കുകയാണ് ഇവിടെ. നമുക്കറിയാം, നമ്മളൊരു മെഡിറ്റേഷനിലേക്ക് കടക്കുമ്പോൾ ധാരാളം ഡിസ്ട്രാക്ഷനുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവാറുണ്ട്. നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ഈ ഡിസ്ട്രാക്ഷനുകളിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ വിത്ഡ്രോ ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് പ്രത്യാഹാരയിൽ നടക്കുന്നത്. ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷനുകളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ തിരികെ കൊണ്ടുവരാൻ ധാരാളം ടെക്നിക്കുകളുണ്ട്. എന്നാൽ യോഗയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡിസ്ട്രാക്ഷനുകളെ തന്നെ ഒബ്സർവ് ചെയ്ത് അതിനെക്കുറിച്ച് പരമാവധി അവെയറായി അതിനെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ നിന്നും പുറത്ത് കടക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പുറമേ നിന്നുള്ള ഒരു ശബ്ദമാണ് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതേക്കുറിച്ച് തന്നെ ചിന്തിച്ച് അത് നമ്മിലുണ്ടാക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ, ഇമോഷൻസിനെ പറ്റി പരമാവധി അവെയറായി അതിനെ തന്നെ ഒബ്സർവ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ആ ഡിസ്ട്രാക്ഷനിൽ നിന്നും പുറത്തു കടന്ന് നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ഉള്ളിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ഇന്ദ്രിയാനുഭവ വിഷയങ്ങളെ കണ്ടെത്തി അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ വിത്ഡ്രോ ചെയ്ത് നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ഉള്ളിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഘട്ടമാണിത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ധാരണയാണ്. ചുറ്റുപാടുമുള്ള ഡിസ്ട്രാക്ഷനുകളിൽ നിന്നും വിത്ഡ്രോ ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്ന ശ്രദ്ധയെ നമ്മുടെ മനസ്സിലേക്ക് കേന്ദ്രീകരിക്കുന്ന, മനസ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഘട്ടമാണിത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നാം തന്നെ ധരിക്കുന്ന അവസ്ഥ. ധാരണയിലെത്തിയാൽ തുടർന്ന് വരുന്നത് ധ്യാനമാണ്. ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയെ ഒരു പ്രത്യേക പോയിന്റിൽ കേന്ദ്രീകരിക്കുക മാത്രമാണെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായും നമ്മുടെ മനസ്സിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്ന ചിന്തകളെ അതിലൊന്നും ഇടപെടാതെ അതിൽ നിന്നും തടഞ്ഞു നിർത്താൻ ശ്രമിക്കാതെ പൂർണ്ണമായും ഒഴുകിത്തീരുവാൻ അനുവദിക്കുക. നമ്മുടെ ഉള്ളിലൂടെ കടന്നു വരുന്ന ചിന്തകളെ നമ്മളുണ്ടാക്കുന്ന ഇമോഷൻസിനെയൊക്കെ ഒരു സാക്ഷീഭാവത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ കാലാകാലങ്ങളായി കെട്ടിക്കിടക്കുന്ന ഈ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ സ്വതന്ത്രമായി ഒഴുകുവാൻ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പുഴ എപ്പോഴും ഒഴുകിച്ചെന്നെത്തുന്നത് കടലിലേക്കാണ്. നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ചിന്തകളെ ഒരിടത്തും തടഞ്ഞു നിർത്താതെ പൂർണ്ണമായും ഒഴുകിത്തീരുവാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ചെന്നെത്തുന്നത് ഒരു ഹയർ കോൺഷ്യസിലേക്കാണ്. ഈ ഘട്ടമാണ് സമാധി. യോഗയിലെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉദാത്തമായ ഘട്ടമാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ യോഗ എന്താണെന്നും യോഗയിലെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി വിവിധ തരം യോഗ രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യോഗ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതി മാത്രമല്ല, വിവിധ രീതികൾ കൂടി ചേർന്ന ഒരു ആത്മീയാന്വേഷണ മാർഗമാണ്. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്, ഭാവം എന്നിങ്ങനെ വിവിധ തലങ്ങളെയാണ് അത് ലക്ഷ്യം വയ്ക്കുന്നത്. ചിലത് നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും ലക്ഷ്യം വയ്ക്കുമ്പോൾ മറ്റു ചിലത് മനസ്സിനെയും ചിന്തകളെയും നിയന്ത്രിക്കുവാനാണ് ഉപയോഗിക്കുന്നത്. ചിലത് വിശ്വാസത്തെയും ഭക്തിയെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. മറ്റു ചിലത് ജ്ഞാനത്തെയും ആത്മാന്വേഷണത്തെയും ഊന്നിയുള്ളതാണ്. ചില യോഗാമാർഗങ്ങൾ നിഷ്കാമ കർമ്മം ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുമ്പോൾ മറ്റു ചിലത് നമ്മളിൽ സേവന മനോഭാവം വളർത്തുവാൻ സഹായിക്കുന്നു. ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ പല മാർഗങ്ങൾ ഉള്ളതുപോലെ, പല വഴികൾ ഉള്ളതുപോലെ വിവിധ യോഗാരീതികൾ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. നമുക്കറിയാം, വഴികൾ ഓരോന്നും വ്യത്യസ്തമാണ്, അതുപോലെ യോഗാ രീതികളും വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം
നമ്മുടെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. ഹഠയോഗ, അഷ്ടാംഗയോഗ, ജ്ഞാനയോഗ, ഭക്തിയോഗ, കർമ്മയോഗ, രാജയോഗ, കുണ്ടലിനി യോഗ, പവർ യോഗ, വിന്യാസ യോഗ, യോഗനിദ്ര, സ്കൈ യോഗ, ഇങ്ങനെ ധാരാളം യോഗ രീതികൾ ഇന്ന് നിലവിലുണ്ട്. ഇതിൽ ഏറ്റവും ലളിതമായ യോഗ മാർഗമായി യോഗ രീതിയായി എനിക്ക് തോന്നിയിരിക്കുന്നത് സ്കൈ യോഗയാണ്. സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ എന്നാണ് സ്കൈ യോഗയുടെ പൂർണ്ണരൂപം. ശ്രീ വേദാദ്രി മഹർഷിയാണ് സ്കൈ യോഗയുടെ ആചാര്യൻ. ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർക്ക് കൂടി അഭ്യസിക്കാവുന്ന രീതിയിൽ വളരെ ലളിതമായി വേദാന്തവും ആധുനിക ശാസ്ത്രവും യോഗാശാസ്ത്രവും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ടാണ് വേദാദ്രി മഹർഷി സ്കൈ യോഗ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആഗോള സൗഹാർദ്ദവും ആത്മശാന്തിയുമാണ് സ്കൈ യോഗയുടെ പ്രധാന ലക്ഷ്യം. തമിഴ്നാട്ടിലുള്ള ആളിയാർ ആശ്രമമാണ് സ്കൈ യോഗയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്കൈ യോഗ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ലളിത വ്യായാമങ്ങൾ, ശ്വസന വ്യായാമങ്ങൾ, കുണ്ടലിനി ധ്യാനം, കായകൽപ്പ യോഗ, ആത്മാന്വേഷണവും ചിന്താ വിശകലനവും, ഇങ്ങനെ 5 ഘടകങ്ങളാണ് സ്കൈ യോഗയ്ക്ക് പ്രധാനമായി ഉള്ളത്. യോഗയുടെ എല്ലാ ഗുണങ്ങളും സ്കൈ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി യോഗയുടെ ഗുണങ്ങൾ, യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ നമുക്ക് നോക്കാം. യോഗ എന്ന് പറയുന്നത് സമഗ്രമായ ഒരു ജീവിത ശൈലിയാണ്. ഐക്യരാഷ്ട്രസഭ യോഗയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ദിനം ആചരിക്കുമ്പോൾ യോഗയുടെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. യോഗ നമ്മുടെ ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മുടെ രോഗങ്ങൾ മാറ്റാൻ, രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് യോഗ സഹായിക്കുന്നുണ്ട്. യോഗ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ചികിത്സാ രീതിയല്ല. എന്നാൽ സ്ഥിരമായി യോഗ അഭ്യസിക്കുന്നതിലൂടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെ രോഗങ്ങളെ ചെറുക്കുവാനും തടയുവാനും സാധിക്കും. അതുപോലെ യോഗ നമ്മുടെ രക്തചംക്രമണത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് യോഗ വളരെയധികം സഹായകമാണ്. പേശികളുടെ ബലം മെച്ചപ്പെടുത്തുന്നതിന് യോഗ സഹായിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുവാൻ യോഗ ഗുണകരമാണ്. അതുപോലെ ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് യോഗ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കുന്നതിന്, ഒരു ഓപ്റ്റിമം വെയിറ്റ് ബാലൻസ് ചെയ്യുന്നതിന് യോഗ സഹായിക്കുന്നുണ്ട്. ദിവസം മുഴുവൻ ഉന്മേഷം നിലനിർത്തുവാൻ, ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ കുറയ്ക്കുവാനൊക്കെ സ്ഥിരമായി യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ യോഗ വളരെയധികം സഹായകരമാണ്. കോവിഡിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത് എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നമുക്കൊക്കെ അറിയാം. സ്ഥിരമായി ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട്. അടുത്തത് യോഗയുടെ മാനസിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാനസികാരോഗ്യത്തിന് യോഗ വളരെയധികം ഗുണകരമാണ്. ഞാൻ പറഞ്ഞു, ആധുനിക മനഃശാസ്ത്രം മനോനിയന്ത്രണത്തിന്, മനസ്സിൻ്റെ ബലം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ, മനസ്സിനെ നിയന്ത്രിക്കുന്നതിനൊക്കെ ബ്രീത്തിങ് എക്സസൈസ് പ്രധാന ടെക്നിക്കായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്ന്. യോഗയിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും, നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും, നമ്മൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ സാധിക്കും. ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെയും ജീവിതശൈലി രോഗങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. യോഗയിലൂടെ ഒരു പരിധിവരെ ഈ ജീവിതശൈലി രോഗങ്ങളെ തടഞ്ഞു നിർത്തുവാനും സ്ട്രെസ്സിനെ കുറയ്ക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും. നല്ല ഉറക്കം ലഭിക്കുന്നതിന് യോഗ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന്, നമ്മുടെ പേടി മാറ്റുന്നതിന്, ഡിപ്രഷൻ കുറയ്ക്കുന്നതിന് ഒക്കെ യോഗ ഗുണകരമാണ്. ഇനി യോഗയുടെ ആത്മീയ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആത്മശാന്തി ലഭിക്കുന്നതിനുള്ള ആത്മീയതയിലേക്കുള്ള ഒരു നല്ലൊരു മാർഗമാണ് യോഗ. നമ്മൾ കണ്ടു, യോഗയുടെ 1ാമത്തെ അംഗമായ യമം ലക്ഷ്യമിക്കുന്നത് സാമൂഹിക നവീകരണമാണ്. 2ാമത്തെ അംഗമായ നിയമം ലക്ഷ്യം വയ്ക്കുന്നത് കുടുംബ നവീകരണമാണ് എന്നൊക്കെ. നമ്മുടെ നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കുവാൻ, അങ്ങനെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാനൊക്കെ, നല്ല സാമൂഹിക സഹവാസം ഉറപ്പുവരുത്തുവാൻ, സന്തോഷകരമായ ഒരു സാമൂഹിക സഹവാസം ഉറപ്പുവരുത്തുവാനൊക്കെ യോഗയിലൂടെ നമുക്ക് സാധിക്കും. ഇനി യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം.
എപ്പോഴും നമ്മൾ യോഗ പരിശീലിക്കുമ്പോൾ തുടക്കത്തിലെങ്കിലും ഒരു ട്രെയിനറുടെ കീഴിൽ മാത്രം യോഗ പരിശീലിക്കുക. യോഗയുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലെല്ലാം യോഗ പരിശീലിക്കുമ്പോൾ ഒരു യോഗാചാര്യൻ്റെ കീഴിൽ പരിശീലിക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ യോഗ എപ്പോഴും വെറും വയറ്റിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആഹാരശേഷം ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് മാത്രമേ യോഗ അഭ്യസിക്കുവാൻ പാടുള്ളൂ. കഴിവതും രാവിലെ മലമൂത്ര വിസർജനത്തിന് ശേഷം കഴിയുമെങ്കിൽ കുളി കഴിഞ്ഞ് യോഗ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. രാവിലെ 4 മണി മുതൽ 7 മണി വരെയുള്ള സമയമാണ് യോഗയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ആയി കരുതപ്പെടുന്നത്. സ്ഥിരമായി യോഗ ചെയ്യുക, അത് കഴിവതും ഒരേ സമയത്ത് തന്നെ യോഗ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ യോഗയുടെ പൂർണ്ണമായ ഗുണങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുപോലെ നമ്മൾ യോഗ ചെയ്യുമ്പോൾ വെറും തറയിലിരുന്ന് യോഗ ചെയ്യാതിരിക്കുക. ഒരു പായോ യോഗ മാറ്റോ ഉപയോഗിക്കുക. കഴിവതും വായുസഞ്ചാരമുള്ള തുറസായ സ്ഥലങ്ങൾ യോഗയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ചെരുപ്പിട്ടുകൊണ്ട് ഒരിക്കലും യോഗ ചെയ്യാതിരിക്കുക. അതുപോലെ വർത്തമാനം പറഞ്ഞുകൊണ്ടോ മറ്റു ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടോ യോഗ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. യോഗ ചെയ്യുമ്പോൾ ലളിതമായ അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് രോഗങ്ങളുള്ളവർ. യോഗാചാര്യൻ്റെയും ഡോക്ടറുടെയും നിർദ്ദേശപ്രകാരം, അത് ഭാരകമായ രോഗങ്ങളുള്ളവർ യോഗാചാര്യൻ്റെയും ഡോക്ടറുടെയും നിർദ്ദേശപ്രകാരം മാത്രമേ യോഗ ചെയ്യുവാൻ പാടുള്ളൂ. ഗർഭിണികളും ആർത്തവ സമയത്തുമൊക്കെ യോഗ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില യോഗാരീതികളുണ്ട്, അത് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രോഗാവസ്ഥയിലുള്ളവർ യോഗ ചെയ്യുമ്പോൾ രോഗം മാറുമെന്ന് കരുതി ഒരിക്കലും മരുന്ന് കഴിക്കുന്നത് നിർത്താതിരിക്കുക. അങ്ങനെ നിർത്തണമെങ്കിൽ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് ഡോക്ടറുടെ അനുവാദത്തോടു കൂടി മാത്രം മരുന്ന് നിർത്തുക. അപ്പോൾ യോഗ എന്താണെന്ന് നാം കണ്ടു, യോഗയുടെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കി, വിവിധതരം യോഗ രീതികൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു, യോഗയുടെ ഗുണങ്ങളും യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നാം മനസ്സിലാക്കി. എല്ലാവരും യോഗ പഠിച്ച് സ്ഥിരമായി യോഗ ചെയ്ത് യോഗയുടെ ഗുണങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.